നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിനെയും കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത ഇന്നാണ് പുറത്തു വരുന്നത്. ഇക്കാര്യം പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിലുള്ള ചില ചോദ്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചതെന്നും അതിനുള്ള മറുപടി താൻ നൽകിയിട്ടുണ്ട് എന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകിയത്. മാത്രമല്ല, അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് അറിയാമായിരുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയതായിട്ടാണ് സൂചന. അറിയില്ല എന്ന് പറയാനും കഴിയുകയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും ഒരുമിച്ചുള്ള നിരവധി ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. ഒരു വിമാനത്താവളത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം ഒരുമിച്ചിരിക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം മുൻമന്ത്രി ഷിബു ബേബി ജോൺ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ രൂക്ഷമായ വിമർശനത്തിന് മറുപടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിൽ ഈ സ്വർണ്ണ പൂശലുമായി ബന്ധപ്പെട്ടാൽ തന്നെ തൻ്റെ ഓഫീസിന് യാതൊരു ബന്ധവുമില്ലായിരുന്നുവെന്നും ഇതേക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്നുമാണ് കടകംപള്ളി പോലീസിനോട് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. ഇതെല്ലാം തന്നെ ദേവസ്വം ബോർഡ് സ്വയം തീരുമാനമെടുത്ത് നടപ്പിലാക്കുകയായിരുന്നു. ശബരിമലയിൽ സ്വർണ്ണ പൂശൽ സംബന്ധിച്ച ഒരു തരത്തിലുള്ള ഫയലുകളും തൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇവിടെ വരുന്ന ചില പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. മുരളീധരൻ അതാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ അതീവ രഹസ്യമായി ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ വരുന്ന മറ്റൊരു പ്രസക്തമായ കാര്യം. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തിരുവനന്തപുരത്തെ ഈഞ്ചയ്ക്കലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് എന്തിനാണ് 2 ദിവസം രഹസ്യമാക്കി വെച്ചത് എന്നുള്ളൊരു ന്യായമായ ഒരു സംശയം ഇവിടെ ഉയരുന്നുണ്ട്. എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഇത് നടന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം മറ്റെല്ലാവരുടെയും മൊഴിയെടുത്തത് ഈഞ്ചക്കൽ ഓഫീസിൽ വെച്ച് പരസ്യമായിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ടാണ് എങ്കിൽ ഇത്ര രഹസ്യമായിട്ട് എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുത്തത് എന്നും ഇതിന് പിന്നിൽ CPMൻ്റെ അത് സംസ്ഥാന സർക്കാർ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടത്. കാരണം ഇതൊരു സംശയാസ്പദമായ സാഹചര്യം തന്നെയാണ്. മാത്രമല്ല, PS പ്രശാന്തിനെക്കുറിച്ച് പറയുമ്പോൾ പ്രശാന്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ തനിക്ക് ഇതുമായൊന്നും ഒരു ബന്ധമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഒടുവിൽ കോടതി പോലും പ്രശാന്തിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് പിന്നീട് CPMലേക്ക് ചേർന്ന് അതിൻ്റെ പ്രതിഫലമായി ലഭിച്ച ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി 2 വർഷം സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാലയളവിൽ നടത്തിയ ഒരുപാട് ക്രമക്കേടുകളിൽ PS പ്രശാന്തിനും പങ്കുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒരുപക്ഷെ അത് സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കാം. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്നെല്ലാം ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ ശബരിമലയിലെ ആസൂത്രിത കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന സൂത്രധാരൻ എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിലും ഒരുപക്ഷെ അതിനും മുകളിലുള്ള മറ്റാരെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ശബരിമലയിലെ വിലപിടിപ്പുള്ള പല പൂജാ വസ്തുക്കളും ഇവർ കടത്തിക്കൊണ്ട് പോയോ എന്നുള്ള സംശയം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം ശബരിമലയിൽ ഉപയോഗിക്കുന്ന ഓരോ പൂജാ വസ്തുവിനും അതിൻ്റെ ഒരു മൂല്യമല്ല പ്രധാനം, അതിൻ്റെ ആത്മീയ മൂല്യമാണ് വലുത്. അതിന് എത്ര രൂപ വില ഉണ്ട്, വില വരുന്ന എത്ര പവൻ്റെ ഒരു ഉപകരണമാണ്, അതിൻ്റെ വില അല്ല പ്രധാനമായി നമ്മൾ കണക്കാക്കുന്നത്. ഇതിൻ്റെ ആത്മീയ മൂല്യമാണ്. അതിനൊരിക്കലും വിലമതിക്കാൻ പോലും കഴിയാത്തതാണ്. ശബരിമലയിലെ ഭക്തന്മാർ എത്ര രൂപ കൊടുത്തുകൊണ്ടെങ്കിലും അവയെല്ലാം തന്നെ സ്വന്തമാക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ഇവരെല്ലാവരും ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും അവിടെ അവശേഷിക്കാൻ. കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന വിജയകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയേറെ പ്രസക്തമാണ്. വിജയകുമാർ പറഞ്ഞത് പത്മകുമാർ പറഞ്ഞിടത്തല്ല ഞാൻ ഒപ്പിട്ട് കൊടുത്തു, സഖാവ് പറഞ്ഞിടത്തല്ല ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് സഖാവാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ വിജയകുമാർ അതിന് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ ജീവനക്കാരുടെ യൂണിയൻ്റെ അധ്യക്ഷനായിരുന്ന ആളാണ്, പാർട്ടിക്കാരനാണ്. ചുരുക്കത്തിൽ CPMലെ തലമുതിർന്ന പലരും ഈ നടന്ന എല്ലാ ക്രമക്കേടുകൾക്കും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. കാരണം അവരുടെ അനുഗ്രഹാശിസുകളില്ലാതെ ഇവർക്കാർക്കും തന്നെ ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇനി കൂടുതൽ ജാഗരൂകരായി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം വരുന്നത്. മാത്രമല്ല, CBI സംഭവം അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ED ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നുണ്ട്. അതെല്ലാം നോക്കുമ്പോൾ കേരള പോലീസിൻ്റെ അന്വേഷണ സംഘം ഒരു വഴിക്ക് അന്വേഷണം നടത്തുമ്പോൾ പലപ്പോഴും അതിൻ്റെ വേഗത കുറയുന്നതായി ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഇതിൻ്റെ അന്വേഷണം മന്ദഗതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതും ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിലൂടെ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ കേസ് അന്വേഷണത്തിലെ ഏറെ പ്രസക്തമായ കാര്യമാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇത്രയും വൈകിയത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഇനിയും പ്രത്യേക അന്വേഷണ സംഘം മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്.